ഇൻഫിൽട്രേറ്റ് ചെയ്യുക. അത് സാവധാനം ഈ പൊളിറ്റിക്സിലും രാഷ്ട്രീയത്തിലും അതേസമയം വിദ്യാഭ്യാസ രംഗങ്ങളിലും ഇൻഫിൽട്രേറ്റ് ചെയ്യുക. ഈ രണ്ട് മേഖലകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പൊളിറ്റിക്കലി ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ വളരെ പെട്ടെന്ന് സാധിക്കില്ല. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഹ്യൂമാനിറ്റേറിയൻ ഒരു കൺസെപ്റ്റ്, അതുപോലെ തന്നെ സാംസ്കാരികമായ രീതിയിൽ സാവധാനം പച്ച പിടിച്ചു വന്ന ഒരു പാരസൈറ്റ് പോലെ, മുമ്പ് എപ്പോഴും പറഞ്ഞ പോലെ ഒരു പാരസൈറ്റ് പോലെ പച്ച പിടിച്ചു വന്ന് ഈ പൊളിറ്റിക്കൽ രീതിയിൽ അവർ ഇൻഫിൽട്രേറ്റ് ചെയ്യും. പൊളിറ്റിക്സിൽ കയറി കഴിഞ്ഞാൽ അടുത്തവർ നോക്കുന്നത് വേറെ ഒന്നിലും നേക്കുന്ന ഉപരിയായിട്ട് നോക്കുന്നത് എഡ്യൂക്കേഷനിലാണ്. നമുക്കറിയാം യുടെ സ്ഥിതി. യിൽ അഭയാർത്ഥികളായിട്ട് വന്നു, ഒരു സമൂഹമായിട്ട് വന്നു, അവര് പൊളിറ്റിക്സിൽ ഇങ്ങനെ കയറി. പിന്നീട് എന്താ സംഭവിക്കുന്നത്? നേരെ എഡ്യൂക്കേഷനിലേക്കാണ് പോയാണ്. മറ്റേതിലേക്ക് നമുക്ക് ഈ പറയുന്ന കണ്ണി നമുക്ക് മനസ്സിലാക്കാം. എഡ്യൂക്കേഷൻ ഇൻഫിൽട്രേറ്റ് ചെയ്തെന്ന് സംഭവിക്കും, വളർന്നു വരുന്ന ഒരു വലിയൊരു തലമുറയെ തന്നെ അവർക്ക് ഒറ്റയടികൾ കിട്ടും. അവരുടെ ഫോർ എക്സാമ്പിൾ ഈ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇപ്പോൾ അവർ ഒരു എഡ്യൂക്കേഷൻ തലപ്പത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പോകണമെന്ന് ഈ പറഞ്ഞ എഡ്യൂക്കേഷനിലായിട്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു മതക്കാരുടെ എല്ലാ ഈ പറയുന്ന സിമ്പിൾസ് എല്ലാം അവർ മാറ്റാൻ പറയും. സാവധാനം ആദ്യം കാണിക്കുന്ന സെക്യുലറിസം എന്നൊരു ഭാവത്തോടെയാണ് അവരിത് കാണിക്കുന്നത്. പക്ഷേ പിന്നീട് അത് അവരുടെ ഒരു നിയമം നടപ്പാക്കാനായിട്ട് അവർ ശ്രമിക്കും. അതുകൊണ്ടാണ് ഇത്ര നിസ്സാരമായ ഒരു പെർസെൻറ്റേജ്, യുടെ കാര്യം പറയുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് വരുന്ന ആൾക്കാർ കുറച്ച് നാളുകൾക്കുള്ളിൽ ശരിയാ ലോ എന്നൊരു അവരുടെ ഒരു പ്രത്യേക ഒരു നിയമം അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അത് വളരെ ഒരു പിന്നിൽ നടന്ന ഒരു ശരിക്കും പറഞ്ഞ കരുതി കൂട്ടിയിട്ടുള്ള ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്.